Hello everyone, welcome to Computer Science. Our topic is normal forms in CFG and we are discussing about Chomsky normal form CNF. And this is the part 1 video of normal forms and കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറിൻ്റെ ടോപ്പിക്സിൽ ലാസ്റ്റ് ടോപ്പിക്കാണ് ദ നോർമൽ ഫോംസ് ഇൻ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമേഴ്സ്. അപ്പോൾ അതിൽ 2 നോർമൽ ഫോമാണുള്ളത്, ചോംസ്കി നോർമൽ ഫോം ആൻഡ് ഗ്രേ ബാക്ക് നോർമൽ ഫോം. അതുകൊണ്ടാണ് നമ്മളിവിടെ ചോംസ്കി നോർമൽ ഫോം പറയുന്നതുകൊണ്ടാണ് ഞാൻ പാർട്ട് 1 ചെയ്തിട്ടുള്ളത്. ഇനി പാർട്ട് 2 വീഡിയോ ഗ്രേ ബാക്ക് നോർമൽ ഫോം ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വിത്ത് വാട്ട് ഈസ് മെൻ ബൈ ദിസ് നോർമൽ ഫോം. ഇപ്പോൾ normalization ചെയ്യുന്നതിന് to standardize. So here normalization is performed in order to standardize the grammar. നമ്മൾ മിനിമൈസേഷൻ അല്ലെങ്കിൽ റിഡക്ഷൻ ഓഫ് ഗ്രാമർ ആണ് പഠിച്ചത്. ബൈ റെഡ്യൂസിങ് ദ ഗ്രാമർ ഗെറ്റ്സ് മിനിമൈസ്ഡ് ബട്ട് ഡസ് നോട്ട് ഗെറ്റ് സ്റ്റാൻഡർഡൈസ്ഡ്. ഓക്കെ, ഒരു ഗ്രാമറിനെ നമുക്ക് മിനിമൈസ് ചെയ്യാം, പക്ഷെ അതുകൊണ്ട് ഗ്രാമർ സ്റ്റാൻഡർഡൈസ്ഡ് ആവത്തില്ല. This is because the RHS of productions have no specific format. നമ്മൾ ഓരോ മിനിമൈസേഷൻ ചെയ്യുമ്പോഴും പല പോലെയാണ് RHS കിട്ടുന്നത്. സ്പെസിഫിക് ആയിട്ടൊരു ഫോമാറ്റ് ഇല്ല, സ്ട്രക്ചർ ഇല്ല. So in order to standardize the grammar, normalization is performed using normal forms. And the most frequently used normal forms are Chomsky normal form and Grayback normal form. So these two are the most frequently used normal forms. In this video, we will be discussing about Chomsky normal form and we will add this Grayback normal form in another video. Okay, so let's start with the Chomsky normal form. A grammar is said to be in CNF if every production rule of the grammar is of the form A gives BC or A gives A, where A, B, C are non-terminals and small a is a terminal. അപ്പോൾ ഒരു ഗ്രാമർ CNF ലാണ് പറയണമെങ്കിൽ നോർമലി നമ്മുടെ ഈ ഒരു CFGക്ക് കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറിൻ്റെ റൂൾ എന്താണ്? ക്യാപിറ്റൽ A ഗീവ്സ് ആൽഫ എന്നാണ് കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറിൻ്റെ റൂൾ. അതായത് ലെഫ്റ്റ് സൈഡിൽ ഒരു സിംഗിൾ നോൺ ടെർമിനൽ വരണം എന്നാണ് റൂള്. റൈറ്റ് സൈഡിൽ നമുക്ക് എന്തും ആവാം. ആൽഫ മീൻസ് എനി കോമ്പിനേഷൻസ് ഓഫ് ടെർമിനൽസ് ഓർ നോൺ ടെർമിനൽസ്, അതാണ് ആൽഫ. ആൻഡ് അതിൽ തന്നെ നമ്മൾ സ്റ്റാൻഡർഡൈസേഷൻ കൊണ്ടുവരാൻ പോവാണ്. അപ്പോൾ റൈറ്റ് സൈഡ് ഈ 2 പോസിബിലിറ്റീസേ പാടുള്ളൂ ചോംസ്കി നോർമൽ ഫോമിൽ. അതായത് ഐദർ 2 നോൺ ടെർമിനൽ ഓർ എ സിംഗിൾ ടെർമിനൽ. ഈ ഒരു കൺസെപ്റ്റാണ് ചോംസ്കി നോർമൽ ഫോമിൽ വരുന്നത്. ഓക്കെ, ടു ബി ഇൻ CNF ഓൾ ദ പ്രൊഡക്ഷൻസ് മസ്റ്റ് ഡിറൈവ്. അപ്പം ഞാൻ ഈ ഒരു എഴുതിയതിൻ്റെ എക്സ്പ്ലനേഷൻ ആണ് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇനി പറയാൻ പോകുന്നത് കേട്ടോ. ഓൾ ദ പ്രൊഡക്ഷൻ മസ്റ്റ് ഡിറൈവ് ഐദർ 2 നോൺ ടെർമിനൽസ് ഓർ എ സിംഗിൾ ടെർമിനൽ. CNF restricts the number of symbols on the right side of a production to be 2. റൈറ്റ് സൈഡിൽ 2 സിമ്പിൾ മാത്രമേ വരാൻ പാടുള്ളൂ. ദ 2 സിമ്പിൾസ് മസ്റ്റ് ബി നോൺ ടെർമിനൽസ് ഓർ എ സിംഗിൾ ടെർമിനൽ. അതായത് CNFൽ നമ്മുടെ ഗ്രാമറിൻ്റെ റൈറ്റ് സൈഡിൽ മാക്സിമം 2 സിമ്പിൾസേ വരാൻ പാടുള്ളൂ. ആ വരുന്ന 2 സിമ്പിൾസ് വരികയാണെങ്കിൽ അത് രണ്ടും നോൺ ടെർമിനൽ ആയിരിക്കണം. അതല്ല ടെർമിനൽ ആണെങ്കിൽ ഒറ്റ ടെർമിനൽ മാത്രമേ വരാൻ പാടുള്ളൂ. ഈ ഒരു ഇക്വേഷൻ കാണാതെ പഠിച്ചാൽ മതി. ബാക്കി ചോംസ്കി നോർമൽ ഫോം നമുക്ക് തന്നെ പറയാൻ പറ്റും. A gives BC or A gives A. BC should be capital. That means B and C are non-terminals. A is small letter, so A is a terminal. So this CNF contains either a single terminal or 2 non-terminals. 2 എന്നുള്ളത് exactly 2 ആണ് കേട്ടോ. സ്റ്റെപ്സ് ഫോർ കൺവേർട്ടിംഗ് ടു CNF. ഒരു ഗ്രാമറിൻ്റെ CNFലേക്ക് കൺവേർട്ട് ചെയ്യുക എങ്ങനെയാണ്? ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ ചെയ്യുന്ന റിഡക്ഷൻ ഉണ്ടല്ലോ, അതായത് യൂസ്ലെസ് സിമ്പിൾ കളയുക ആൻഡ് യൂണിറ്റ് പ്രൊഡക്ഷൻ, ആപ്സിലോൺ പ്രൊഡക്ഷൻ അതെല്ലാം കളയുക. റിമൂവ് ആപ്സിലോൺ ഓർ യൂണിറ്റ് പ്രൊഡക്ഷൻ ഫ്രം ദ ഗ്രാമർ. ഇനിയാണ് അത് 2 കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. ടെർമിനൽസ് വരുന്നുണ്ടെങ്കിൽ ഒറ്റ ടെർമിനൽ വരാൻ പാടുള്ളൂ, അതല്ലെങ്കിൽ നോൺ ടെർമിനൽസ് മാത്രമേ 2 നോൺ ടെർമിനൽ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുക എലിമിനേറ്റ് ടെർമിനൽസ് ഓൺ RHS. If the grammar contains productions of the form, ഇപ്പോൾ സപ്പോസ് ഇങ്ങനെയാണ് പ്രൊഡക്ഷൻ S gives BA, സ്മോൾ BA ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ ടെർമിനൽ വരാൻ പാടില്ല അല്ലേ, 2 നോൺ ടെർമിനൽ ആണെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ബീനെ റീപ്ലേസ് ചെയ്യാൻ പോവാം. റീപ്ലേസ് ഇറ്റ് ബൈ അതായത് ആ സ്മോൾ ബീനെ മാറ്റി ഞാനൊരു ക്യാപിറ്റൽ CB, അത് ബിയുടെ നോൺ ടെർമിനൽ ആണെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് CB. നിങ്ങൾക്ക് ഏത് പേര് വേണമെങ്കിലും ഇന്നോ എഫെന്നോ എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ആൻഡ് അങ്ങനെ എടുത്താൽ മാത്രം പോരാ. ആൻഡ് ഇവിടെ അടുത്ത പ്രൊഡക്ഷൻ നമ്മൾ ആഡ് ചെയ്തു CB gives B.
പിടികിട്ടിയെന്ന് വിചാരിക്കണം. അതായത് നമുക്ക് എങ്ങനെയാണ് വരേണ്ടത്, 2 നോൺ ടെർമിനലാണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു ടെർമിനലും ഒരു നോൺ ടെർമിനലാണ് ഉള്ളത്. ഇങ്ങനത്തെ റൂൾ വന്നു കഴിഞ്ഞാൽ, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ റീപ്ലേസ് ദിസ് ടെർമിനൽ ബൈ എ നോൺ ടെർമിനൽ ലൈക്ക് CB ആൻഡ് ആഡ് ദ പ്രൊഡക്ഷൻ CB ഗീവ്സ് B. അപ്പോൾ നമുക്കിങ്ങനെ എല്ലാ ടെർമിനൽസിനെയും മാറ്റി നോൺ ടെർമിനൽസ് ആക്കി. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലിമിറ്റ് ദ നമ്പർ ഓഫ് വാരിയബിൾസ് ഓൺ ദ RHS ബൈ 2. റൈറ്റ് സൈഡിൽ നോൺ ടെർമിനൽസ് 2 എണ്ണേ പാടുള്ളൂ, അത് നോക്കുക. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് CNFലേക്ക് കൺവേർട്ട് ചെയ്യാം. പിന്നെ എന്താ വേണ്ടേ? എക്സാമ്പിൾ. ഫസ്റ്റ് എക്സാമ്പിൾ ഐസ്. ഇതാണ് നമ്മളുടെ എക്സാമ്പിൾ. ഈ 3 റൂൾ. S gives 1A O 0B, A gives 1 AA O 0 S O 0, B gives 0 BB or 1 S or 1. So this is our CNF. This is our grammar. ഇതാണ് നമുക്ക് CNF കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യത്തെ എക്സാമ്പിൾ ആയതുകൊണ്ട് ഓരോന്ന് എടുക്കുകയാണ്. കൺസിഡർ ദ ഫസ്റ്റ് ഗ്രാമർ, ഫസ്റ്റ് റൂൾ. S gives 1A O 0B എന്നുള്ള റൂൾ എടുത്തു. ആൻഡ് ഇത് നമ്മൾ നോക്കുമ്പോൾ എന്താ മനസ്സിലാവുന്നത്? ഒരു ടെർമിനൽ, ഒരു നോൺ ടെർമിനൽ. നമുക്ക് ഒരിക്കലും ഇങ്ങനെ വരാൻ പാടില്ല അല്ലേ, 2 നോൺ ടെർമിനൽ വരണം. അതുപോലെ തന്നെ ഇവിടെയും അതെ. അപ്പോൾ ഞാൻ ഈ 1നും 0നും പകരം ഒരു നോൺ ടെർമിനൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാ. ആൻഡ് ആ നോൺ ടെർമിനലാണ് C1ഉം. 1ന്റെ നോൺ ടെർമിനൽ C1 എന്ന് എഴുതി, 1 സബ്സ്ക്രിപ്റ്റ് ആയിട്ട്. അതുപോലെ തന്നെ 0ന്റെ C0 എന്ന് എഴുതി. ഇനി C1ഉം C0ന്റെയും എക്സ്പാൻഷൻ എഴുതണം. C1 gives 1, C0 gives 0. അപ്പോൾ ആദ്യത്തെ ഗ്രാമർ റൂളായി. ഇനി അടുത്തത് എടുക്കുക. A gives 1 AA O 0 S O 0. അപ്പോൾ ഇവിടെ എന്താ വരുന്നത്? ആദ്യം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യും? ടെർമിനൽസിനെയൊക്കെ നോൺ ടെർമിനൽസ് ആക്കും. അപ്പോൾ ഈ 1നെ നമുക്ക് ഇവിടെ ഓൾറെഡി C1 ഉണ്ടല്ലോ, അതുകൊണ്ട് ഈ 1നെ C1 ആക്കാം, 0നെ C0 ആക്കാം. അത് ആദ്യം ചെയ്യാം. ആൻഡ് ഇവിടെ ഉള്ളത് 0 ഒരു സിംഗിൾ ടെർമിനലാണ്, അതുകൊണ്ട് അത് ചേഞ്ച് ചെയ്യേണ്ടത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താ? ലിമിറ്റ് ദ നമ്പർ ഓഫ് നോൺ ടെർമിനൽസ് ബൈ 2. നമ്പർ ഓഫ് നോൺ ടെർമിനൽസ് 2 അല്ലേ എന്ന് ചെക്ക് ചെയ്യണം. ആൻഡ് ഇവിടെ അത് കറക്റ്റ് ആണ്, C0യും Sഉം 2 പക്ഷെ ഇവിടെ 3 ഉണ്ടല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ, നമ്മളുടെ ഇഷ്ടത്തിനാണ് കേട്ടോ. നമുക്കിപ്പോൾ വേണമെങ്കിൽ ഈ 2A ഗ്രൂപ്പ് ചെയ്യാം, അതല്ലെങ്കിൽ ഈ C1നെ A ഗ്രൂപ്പ് ചെയ്യാം, എങ്ങനെയാണെന്ന് നമ്മുടെ സൗകര്യത്തിന് ചെയ്യാം. അപ്പം ഞാൻ തൽക്കാലം ഈ 2A കമ്പൈൻ ചെയ്ത് ഞാനൊരു പുതിയ പ്രൊഡക്ഷൻ എടുത്തു, CA എന്ന് പറഞ്ഞിട്ട്. ആൻഡ് അപ്പോൾ ഓഫ് കോഴ്സ് CAയുടെ എക്സ്പാൻഷൻ നമ്മൾ എഴുതണം അല്ലേ, CA gives AA. അപ്പം ഇങ്ങനെയാണ് എയുടെ ഗ്രാമർ റൂള് CNFലേക്ക് ആക്കിയത്. ഇനി അടുത്തത് B gives 0 BB or 1 S or 1. ഇവിടെയും നമുക്ക് ഈ സ്റ്റെപ്പ് പോലെ തന്നെ ചെയ്യാം. ആദ്യം നോൺ ടെർമിനൽസ് ആക്കുക എല്ലായിടത്തും. 0ന് പകരം C0 എഴുതി, ആൻഡ് 1ന് പകരം C1 എഴുതി. അപ്പം നമ്മൾ ഒരു പ്രാവശ്യം ഈ റൂള് യൂസ് ചെയ്തത് കൊണ്ട് അതന്നെ വീണ്ടും ഇവിടെ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് C1 കൊടുത്തു, അടുത്ത സ്ഥലത്ത് AB കൊടുത്തു, അങ്ങനെ ചെയ്യരുത്. ഒരു റീപ്ലേസ് ചെയ്യുന്ന ഒരേ സിമ്പിൾ റീപ്ലേസ് ചെയ്യുമ്പോൾ സെയിം നോൺ ടെർമിനൽ തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ അവിടെ C0 എഴുതി, C1 എഴുതി. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പിലാണ് ലിമിറ്റ് ചെയ്യേണ്ടത് നമ്പർ. ഇപ്പോൾ ഇവിടെ കണ്ടാൽ അറിയാമല്ലേ, ഫസ്റ്റ് റൂളിൽ C0 BB 3 ഉണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഇതിനെ ഒന്ന് കമ്പൈൻ ചെയ്ത് സിംഗിൾ ആക്കേണ്ടി വരും. അപ്പം ഞാൻ അതിന് പേര് കൊടുത്തു CB എന്ന്, C1S 1. അപ്പോൾ ആ CB എന്താണെന്ന് എഴുതണം? BB. ഈ BB കമ്പൈൻ ചെയ്തിട്ട് ഇവിടെ കാണിച്ചിട്ടുള്ള ഈ BBക്ക് പകരമായിട്ടാണ് ഞാനിവിടെ CB എന്നുള്ള നോൺ ടെർമിനൽ കൊടുത്തത്. രണ്ട് നോൺ ടെർമിനൽ മാറ്റി ഒരു സിംഗിൾ നോൺ ടെർമിനൽ വെച്ച് റീപ്ലേസ് ചെയ്തു. ആൻഡ് ഇതിൻ്റെ റൂളും സെയിം തന്നെ നമ്മുടെ CNFൽ തന്നെയാണ് ഇതിൻ്റെ റൂൾ ഉള്ളത്. അപ്പോൾ ഓക്കെ ആയി. നമ്മൾ 3 റൂളും CNFലേക്ക് മാറ്റി. ഇത് ഫൈനൽ CNF എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെയും ഫൈനൽ ഫോം എടുത്ത് എഴുതാൻ പോവാ. ആദ്യം ഇത് S gives C1A or C0B. പിന്നെ എയുടെ എഴുതാം. എയുടെ ഫുൾ ഫോം എവിടെയുള്ളത്? കറക്റ്റ് ഫോം ഇവിടെയാണുള്ളത്. A gives C1 CA or C0 S O 0. ആൻഡ് Bക്ക് വരുന്നത് C0 CB O C1 S or 1. ഇനി ബാക്കിയുള്ള നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള, ഇതൊക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ പറക്കി എഴുതാം. C1 1, C0 0, CA എന്ന് പറയുന്നത് AA, ആൻഡ് CB എന്ന് പറയുന്നത് BB. ഇത്രയും റൂളാണ് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ CNF, ഗ്രാമർ ഇൻ CNF. ഓക്കെ, ഇങ്ങനെയാണ് ചോംസ്കി നോർമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. നമ്മളൊരു 3-4 എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വഴിയെ നമുക്ക് കൂടുതൽ ക്ലിയർ ആവും കേട്ടോ. അപ്പോൾ അടുത്ത എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഇതാണ് എക്സാമ്പിൾ.
എസ് എ എ ഡി, എ എ ബി ഓർ ബി എ ബി, ബി ബി ഡി ഡി. അപ്പൊ ബിയും ഡിയും ഒക്കെ കറക്റ്റ് ആണ്, കാരണം സിംഗിൾ ടെർമിനൽ ആണ്. അപ്പൊ അത് നോക്കേണ്ട കാര്യം ഉണ്ടാവില്ല. ഈ 2 റൂളുമാണ് നമുക്ക് CNFലേക്ക് മാറ്റാനുണ്ടാവുക. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം എ എ ഡി. അപ്പൊ ഞാൻ ആദ്യം എസിന് ഈ എക്ക് പകരം ഞാൻ നോൺ ടെർമിനൽ കൊടുത്തു, സി എ എന്നാണ് കൊടുത്തത്, സി എ എ ഡി ആൻഡ് ഗീവ്സ് വീണ്ടും, അതായത് ഞാൻ ഒറ്റ സ്റ്റെപ്പിലാണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ 3 നോൺ ടെർമിനൽ ഉണ്ടല്ലോ, 2 നോൺ ടെർമിനൽ ആക്കണം. അപ്പൊ ഞാൻ നേരത്തെ ഇപ്പോൾ വേണമെങ്കിൽ സി എ ഡി എന്നൊക്കെ, സി ക്യാപിറ്റൽ എഴുതുന്നു, എയും ഡിയും സബ്സ്ക്രിപ്റ്റ് ആയിട്ടൊക്കെ എഴുതാറുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് നോൺ ടെർമിനലിന്റെ ഏത് പേര് വേണമെങ്കിലും എടുക്കാം, അതൊന്നും പ്രശ്നമില്ല. എന്ത് പേരെടുത്താലും ആ പേരിനുള്ള എക്സ്പാൻഷൻ കൊടുക്കണം എന്ന് മാത്രം. ഞാനിപ്പോൾ ഇവിടെ ചെയ്തത് എ ഡിനെ ഞാൻ കമ്പൈൻ ചെയ്യാണ് ചെയ്തത്. ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് വേണമെങ്കിൽ സി എനെ കമ്പൈൻ ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ എ ഡിനെ കമ്പൈൻ ചെയ്ത് പകരം അതിന് കൊടുത്ത പേര് ഇ എന്നാണ്. അപ്പൊ ആ ഇക്കുള്ള എക്സ്പാൻഷൻ ഞാൻ താഴെ എഴുതും, ഇ ഗീവ്സ് എ ഡി. എസിന്റെ കാര്യം ഓക്കെ ആയി. ഇനി എ എടുത്തു കഴിഞ്ഞാൽ എ ബി ഓർ ബി എ ബി എന്നായിരുന്നു, എ ബി ഓർ സ്മോൾ ബി ക്യാപിറ്റൽ എ ബി. അപ്പൊ ആ സ്മോൾ എയും ബി ഒക്കെ ഞാൻ മാറ്റി സി എ ഓർ സി ബി. ഞാൻ സിംഗിൾ സ്റ്റെപ്പിൽ തന്നെ കമ്പൈൻ ചെയ്യാണ്. ഇവിടുത്തെ എ ബി എന്നുള്ളത് മാറ്റി എഫ് എന്നുള്ളൊരു ടേം ഇട്ടു. അപ്പൊ ഇനി നമുക്ക് എഴുതാലോ. എഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ബി ആണ്. ആൻഡ് ഫൈനൽ ഗ്രാമർ ഞാനിവിടെ കാണിച്ചിട്ടില്ല. സി എ എന്ന് പറഞ്ഞാൽ എ ആന്നുള്ളത് ഞാൻ ഫൈനൽ ഗ്രാമറിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഫൈനൽ ഗ്രാമർ ആദ്യം എസ് എന്ന് പറയുന്നത് എന്താ, ഇപ്പോൾ സി എ ഇ അത്രേ ഉള്ളൂ. എ എന്ന് പറയുന്നത് എന്താ, സി എ ബി ഓർ സി ബി എഫ്. ഇനിയാണ് ആ എക്സ്ട്രാ ടേംസ് ഒക്കെ എഴുതുക. അല്ല, അതിന്റെ ഗ്രാമറിന്റെ ഒറിജിനൽ ഗ്രാമറിൽ 2 റൂളും കൂടി ഉണ്ടല്ലോ, ബി ഗീവ്സ് ഡി, ബി ഗീവ്സ് ബി, ഡി ഗീവ്സ് ഡി. ഇനി ബാക്കിയുള്ള എക്സ്ട്രാ നമ്മൾ എടുത്ത ടേംസ് ഒക്കെ എഴുതുക. ഇ എന്ന് പറയുന്നത് എന്താ, എ ഡി ആണ്. ആൻഡ് എഫ് എന്ന് പറയുന്നത് എ ബി ആണ്. ഓക്കെ. സി എന്ന് പറഞ്ഞ സി എ ഗീവ്സ് എ, സി ബി ഗീവ്സ് ബി. ഇതാണ് നമ്മുടെ ഫൈനൽ ഗ്രാമർ. ഈ തന്ന ഗ്രാമറിനെ നമുക്ക് ഇങ്ങോട്ട് ഇത്രയായിട്ട് കൺവേർട്ട് ചെയ്തു CNFലോട്ട്. ഈ എക്സാമ്പിളും കഴിഞ്ഞു. നമുക്കിനി ഒരു എക്സാമ്പിൾ, 2 എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ 3. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നും അല്ലേ. ഒരു എസ് ഗീവ്സ് ടിൽറ്റ് എസ് ഓർ ഇതെന്താ സ്ക്വയർ ബ്രാക്കറ്റ്, എസ് ടിൽറ്റ് എസ്, അടുത്ത ബ്രാക്കറ്റ് റൈറ്റ് ബ്രാക്കറ്റ്, ദെൻ പി ഓർ ക്യൂ. അപ്പൊ ഇതിൽ നോക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ക്യാപിറ്റൽ ലെറ്റർ അല്ലാണ്ട് എന്ത് കണ്ടാലും അതൊക്കെ ടെർമിനൽസ് ആണ്. അപ്പൊ ഇവിടെ ഈ ടിൽറ്റ് ടെർമിനൽ ആണ്, ഈ റൈറ്റ് ബ്രാക്കറ്റ്, ലെഫ്റ്റ് ബ്രാക്കറ്റ്, ഇവരൊക്കെ ടെർമിനൽസ് ആണ്. അപ്പൊ അവരങ്ങനെ വേണം നമ്മൾ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചോംസ്കി നോർമൽ ഫോമിലേക്ക് മാറ്റണമെങ്കിൽ എന്താണ് വേണ്ടത്, ഈ ടെർമിനൽസിനൊക്കെ മാറ്റി നോൺ ടെർമിനൽസ് ആക്കണം. അപ്പൊ അവർക്ക് ഞാൻ അതേ സംഭവം സബ്സ്ക്രിപ്റ്റ് ആക്കിയിട്ട് കൊടുത്തിട്ടാണ് പേര് കൊടുക്കുന്നത്. എസ് ഗീവ്സ് അത് കണ്ടാൽ അറിയാം, ടിൽറ്റ് എന്നുള്ളതിന് പകരം ഞാൻ സി ടിൽറ്റ് സബ്സ്ക്രിപ്റ്റ് ആയി ടിൽറ്റ് കൊടുത്തു സി ടിൽറ്റ് എസ്. ഇനി ഈ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഉണ്ടല്ലോ, ഈ സ്ക്വയർ ബ്രാക്കറ്റിന് പകരമാണ് ഈ സാധനം, സീന് സബ്സ്ക്രിപ്റ്റ് ആയിട്ട് സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്തു. ദെൻ എസ് ഇവിടെ തന്നെ ഉണ്ട്. ദെൻ ഇവിടെ ഒരു ടിൽറ്റ് ഉണ്ടല്ലോ, ആ ടിൽറ്റിന് പകരമായിട്ടാണ് സി ടിൽറ്റ് നേരത്തെ പോലെ കൊടുത്തിരിക്കുന്നത്. എസ് അവിടെ തന്നെ ഉണ്ട്. ദെൻ ഈ ഒരു ബ്രാക്കറ്റ് സ്ക്വയർ ബ്രാക്കറ്റ് ആണ്, ഞാൻ സി സ്ക്വയർ ബ്രാക്കറ്റ് അല്ല. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, ഈ ടിൽറ്റ് ആയിക്കോട്ടെ സ്ക്വയർ ബ്രാക്കറ്റ് ആയിക്കോട്ടെ എന്തായിരിക്കണം, ലെഫ്റ്റ് റൈറ്റ് ബ്രാക്കറ്റ് എല്ലാവരും നമ്മൾ നോൺ ടെർമിനൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതിന് കറസ്പോണ്ടിങ് നോൺ ടെർമിനലാക്കി കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി സി ടിൽറ്റ് എസ് ഒക്കെ ഓക്കെയാണ്, ഒരു പ്രശ്നവും. ഈ ഒരു ടേം സെന്റർ ടേം ആണ് പ്രശ്നം. ഇവിടെ എത്ര ടേം ഉണ്ട്, 1 2 3 4 5 5 ടേം ഉണ്ട്. നമുക്ക് വേണ്ടത് 2 ടേം ആണ്. ഇതിനെ നമ്മൾ കമ്പൈൻ ചെയ്ത് കൊണ്ടുവരണം. അപ്പൊ ആദ്യം ഞാൻ സി ടിൽറ്റ് എസ് പി ക്യൂ കണ്ടില്ലേ, ഈ സൈഡ് നോക്കാനില്ല, ഈ സൈഡ് നോക്കാനില്ല, സെന്റർ മാത്രം നോക്കാനുള്ളൂ. അപ്പൊ ആദ്യം ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, ഈ C1ഉം എസും അടുത്തടുക്കുന്ന 2 ആൾക്കാരെ കൂട്ടി C1ഉം എസും കൂട്ടിയിട്ട് ഞാൻ എ കൊടുത്തു. ഇനി സി ടിൽറ്റും എസും കൂട്ടിയിട്ട് ഞാൻ ബിയും കൊടുത്തു. അപ്പൊ ഇവിടെ ഈ സി സ്ക്വയർ ബ്രാക്കറ്റ് മാത്രമാണ് ബാക്കി. അപ്പൊ എന്നാലും ഇവിടെ നോക്കിയപ്പോ 3 സിമ്പിളാണ്, നമുക്ക് 2 സിമ്പിളേ പാടുള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, വീണ്ടും ഇവർ രണ്ടാളെയും കമ്പൈൻ ചെയ്യിക്കാൻ പോവാ. ആ കമ്പൈൻ ചെയ്ത് ഞാൻ കൊടുത്ത പേര് എഫ് എന്നാണ്, എഫ് പി ക്യു. ഇപ്പൊ ഇതാണ് നമ്മളുടെ എസ്. ഈ എസ് നമുക്ക് പറ്റിയ ഫോമുല തന്നെയാണ് അല്ലെ, CNFലാണ്. അപ്പൊ ഇനി എക്സ്ട്രാ നമ്മൾ കൊടുത്തു നോക്കുക. സി ടിൽറ്റ് എന്ന് പറയുന്നത് വെറും ടിൽറ്റ് ആണ്, സി സ്ക്വയർ ബ്രാക്കറ്റ് അടുത്ത ബ്രാക്കറ്റ്. ഇനി അവിടെ എന്താ ഉള്ളത്, എഫ് എ ഉണ്ട്,
എ നമ്മൾ കൊടുത്തിട്ടുള്ളതാണ്, സി ബാക്ക് ബ്രാക്കറ്റും എസ്സും ആണ് എ എന്ന് പറയുന്നത്, അത് കൊടുത്തു. ബി എന്ന് പറയുന്നത് സി ടിൽറ്റും എസ്സും ആണ്. ഇനി എഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി സി ബ്രാക്കറ്റ്. അപ്പോൾ ഇത്രയാണ് എക്സാമ്പിൾ 3. അപ്പോൾ അതിലെ ഫൈനൽ ഗ്രാമർ നമുക്ക് എടുത്തെഴുതാം. എസ് എഴുതി, ഓക്കെ. അപ്പോൾ ഈ കാര്യം ഒന്ന് അപ്പുറത്തേക്ക് എടുത്തെഴുതുന്നുള്ളൂ. ഇതാണ് നമ്മളുടെ ഫൈനൽ ഗ്രാമർ. ഇനി നമുക്ക് ലാസ്റ്റ് കാറ്റഗറി, ലാസ്റ്റത്തെ ഗ്രാമർ നോക്കാം. ഇവിടെ എന്താ വ്യത്യാസം? ആബ്സലൂട്ട് പ്രൊഡക്ഷൻ ഉണ്ടല്ലേ, രണ്ടെണ്ണത്തിനും ആബ്സലൂട്ട് പ്രൊഡക്ഷൻ, എക്കും ആബ്സലൂട്ട് പ്രൊഡക്ഷൻ, ബിക്കും ആബ്സലൂട്ട് പ്രൊഡക്ഷൻ ഉണ്ട്. ഈ രണ്ട് ആബ്സലൂട്ട് പ്രൊഡക്ഷൻ റിമൂവ് ചെയ്താൽ മാത്രമാണ് നമുക്ക്, ഇപ്പം യൂണിറ്റ് പ്രൊഡക്ഷൻ ആയാലും ആബ്സലൂട്ട് പ്രൊഡക്ഷൻ ആയാലും റിമൂവ് ചെയ്താൽ മാത്രമാണ് ചോംസ്കി നോർമൽ ഫോമിലേക്ക് മാറ്റാൻ പറ്റില്ല. ഏത് നോർമൽ ഫോമിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് എ ഗീവ്സ് ആബ്സലോൺ കളയാന്നുള്ളതാണ്. അപ്പൊ ആദ്യം എന്ത് ചെയ്യും? എസ് ഗീവ്സ് ഉള്ള റൂളിന്റെ കൂടെ റൈറ്റ് സൈഡിൽ എ ഉള്ളതിന് ആപ്സിലോൺ കൊടുത്തിട്ട് കിട്ടുന്ന റൂൾസ് ആഡ് ചെയ്യാം. അതാണ് നമ്മളെ സ്റ്റെപ്പ്, പലതവണ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ ആദ്യം എസ് ഗീവ്സ് എ ബി എഴുതി, ദെൻ ഓർ ഇട്ടു. ഓർ ഇനിയാണ് നമ്മൾ പുതിയ ടേം ആഡ് ചെയ്യാൻ പോകുന്നത്. അതായത് ഈ എക്ക് ഞാൻ ആപ്സിലോൺ കൊടുത്തു, അപ്പൊ എനിക്ക് എന്ത് കിട്ടും? എ ബി ബി. ആ എ ബി ബി ഇവിടെ കൊടുത്തു. ഇനി അടുത്തത് എ ഗീവ്സ് ബി എ ബി, അതങ്ങനെ തന്നെ എഴുതി, എ ഗീവ്സ് ബി എ ബി. ഇനി എക്ക് ആപ്സിലോൺ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? ബി ബി. അത് കഴിഞ്ഞു. ഇനി ബിന്റെ കാര്യം എടുത്ത് നോക്കാം. ബി ഗീവ്സ് ചേഞ്ച് ഒന്നുമില്ല, ബിയിൽ ക്യാപിറ്റൽ എ ഒന്നും ഇല്ല, അതാണ് ചേഞ്ച് ഒന്നുമില്ല. അപ്പൊ എ ഗീവ്സ് ആപ്സിലോൺ മാറ്റിയപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ട് ഇതാണ്. ഇനി ബി ഗീവ്സ് ആപ്സിലോൺ കൂടി മാറ്റാം. അപ്പോൾ ഈ ഒരു റൂളിൽ നിന്നാണ് നമ്മൾ ബി ഗീവ്സ് ആപ്സിലോൺ മാറ്റേണ്ടത്. ആൻഡ് ഇവിടെ ഇതേ റൂൾ തന്നെ അതുപോലെ എഴുതി വെക്കാം, എ ബി എ ബി എ ബി ബി. ഓക്കെ, ഇവിടം വരെ നമ്മൾ എഴുതാറുണ്ട്. ഇനി അങ്ങോട്ട് ഈ രണ്ട് ടേമിലും ബിക്ക് ആപ്സിലോൺ കൊടുക്കുമ്പോൾ കിട്ടുന്നതാണ് നമ്മൾ നോക്കുന്നത്. അതായത് ഈ ബിക്ക് ഞാൻ ആപ്സിലോൺ കൊടുത്താൽ എനിക്ക് എ ബി എ, ഇവിടെയാണെങ്കിൽ എ ബി. ആ രണ്ട് ടേമാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, എ ബി എയും എ ബിയും. റിമൂവിങ് ബി ഗീവ്സ് ആപ്സിലോണിന്റെ റിസൾട്ട് നമുക്കിപ്പോൾ കിട്ടി എസിന്റെ സൈഡിൽ. ഇനി എയുടെ സൈഡിൽ എന്ത് വേണം? ബി എ ബിയും ബി ബിയും ഓൾറെഡി ഉണ്ട്, ഇവിടെ വരെ ഓൾറെഡി ഉണ്ട്. ഇനി ഇവിടെ ബിക്ക് കൊടുത്താൽ ബി എയും വരും ബിയും വരും, അത് നമ്മൾ ആഡ് ചെയ്തു. ബിക്ക് ആണ് ബി എ ആണ് ഓൾറെഡി ഉള്ളത്. ഇനി പുതിയത് ആഡ് ചെയ്യാന്ന് വെച്ചാൽ ബിക്ക് ആപ്സിലോൺ കൊടുക്കണം. ബിക്ക് ആപ്സിലോൺ കൊടുക്കുമ്പോൾ കിട്ടുന്നത് എ ആണ് കിട്ടുക, അപ്പൊ അതും കൂടി ആഡ് ചെയ്തു. സോ ദ കൺവേർട്ടിംഗ് ടു സി എൻ എഫ്. അപ്പൊ ഇതാണ് നമ്മളുടെ ഗ്രാമർ കേട്ടോ, നമ്മളുടെ റെഡ്യൂസ് ചെയ്തിട്ടുള്ള ഗ്രാമർ ഈ കാണുന്നതാണ്. ഇനി ഇതിനൊക്കെ സി എൻ എഫിലേക്ക് കൺവേർട്ട് ചെയ്യണം. ആദ്യം എസ് ഗീവ്സ് എ ബി എ ബി എ ബി ബി എ ബി എ ഓർ എ ബി, റൂൾ അങ്ങെടുത്ത് എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യും? എല്ലാ ടെർമിനൽസിനെയും അങ്ങനെ നോൺ ടെർമിനൽസ് ആക്കാൻ പോകണം. സി എ സി ബി എ ബി, സി എ സി ബി ബി, സി എ സി ബി എ, സി എ സി ബി. അപ്പോൾ ഒരു തരത്തിലും നമുക്ക് ടെർമിനൽസ് മാത്രമായിട്ട്, ടെർമിനൽസ് ഉണ്ടെങ്കിൽ ഒറ്റ ടെർമിനലേ പാടുള്ളൂ, അല്ലാത്ത കേസിലൊക്കെ അതിനെ നോൺ ടെർമിനൽ ആക്കാം. ഇനി നമ്പർ ലിമിറ്റ് ചെയ്യാന്നുള്ളതാണ്, നമ്പർ മാക്സിമം 2 പാടുള്ളൂ. അപ്പൊ ഇവിടെ ഞാൻ സി എ സി ബിനെ കമ്പൈൻ ചെയ്തിട്ട് ഇ കൊടുത്തു. ദെൻ എ ബി അതുപോലെ തന്നെ. എഗെയിൻ ഇവിടെ അങ്ങനെ തന്നെയാണ്, സി എ സി ബി ആണ് വന്നിട്ടുള്ളത്, അതുകൊണ്ട് അതിന് കോമൺ ആയിട്ട് ഇ കൊടുത്തു. ആൻഡ് ഇവിടെയും സി എ സി ബി ഉണ്ട്, അപ്പൊ ഇവിടെയും നമ്മൾ കോമൺ ആയിട്ട് ഇ കൊടുത്തു. ആൻഡ് ഇവിടെ സി എ സി ബി ഉണ്ട്, പിന്നെ ഇതിന് നമുക്ക് മാറ്റേണ്ട കാര്യമില്ല, കാരണം എന്താ, ഇത് രണ്ടും നോൺ ടെർമിനലാണ്. ഇനി ഇവിടെ വേറെ ടെർമിനലൊന്നും ഇല്ല, പ്രശ്നമൊന്നും ഇല്ല, അതുകൊണ്ട് അത് സി എ സി ബി ആയിട്ട് ഇരിക്കട്ടെ. അപ്പൊ നമുക്ക് കിട്ടിയ പുതിയ എസ് ഇതാണ് നമുക്ക് വേണ്ടത്. ആൻഡ് അവിടെ ഇക്കും ഇതിനൊക്കെയുള്ള ഡെഫിനിഷൻ എഴുതാം. ഇ എന്ന് വെച്ചാൽ എസ് ഗീവ്സ് ഇ എഫ് ഇ ബി ഇ എ സി എ സി ബി. ഓക്കെ, ഇവിടെ ആദ്യത്തേല് 3 എണ്ണം കാണുന്നുണ്ട്, ഇ എ ബി എന്ന് പറഞ്ഞിട്ട് 3 എണ്ണം കാണുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇ എ ഒരുമിച്ചെടുത്തു. ഇ അല്ല, ഞാൻ എ ബിനെയാണ് ഒരുമിച്ചെടുക്കുന്നത്. ഇ അവിടെ നിർത്തി, എ ബിനെ ഒരുമിച്ചെടുത്തിട്ട് പേര് എഫ് കൊടുത്തു. അങ്ങനെയാണ് എനിക്ക് ഇ എഫ്, ഇവിടെ ഇ ബി, ഇത് ഇ എ, സി എ സി ബി, ഇത്രയും കിട്ടിയത്. ഇപ്പൊ സി എ സി ബി ഒരുമിക്കണം എന്നൊന്നും ചിന്തിക്കരുത് കേട്ടോ, ഇതൊക്കെ നമ്മൾ ആഡ് ചെയ്ത് ഇവിടെ മോർ ദാൻ 2 ഉണ്ടായിരുന്ന കാരണമാണ്. 2 നോട്ട് ടെർമിനൽ ഉണ്ടെങ്കിൽ അവിടെ നിർത്തിക്കണം. അപ്പൊ ഇനി ഇതിന്റെയൊക്കെ ഫോം എഴുതാം. ഇ ഗീവ്സ് സി എ സി ബി, എഫ് ഗീവ്സ് എ ബി, സി എ ഗീവ്സ് എ. അപ്പൊ ഇതാണ് നമ്മളുടെ
ഫൈനൽ ഗ്രാമർ കേട്ടോ. ഫൈനൽ ഗ്രാമർ എന്ന് പറയുമ്പോൾ ഇവിടെ വരെ ഉണ്ടാവും. ഓക്കെ, ഇത് ആപ്സിലോൺ പ്രൊഡക്ഷൻ ഒക്കെ മാറ്റി, എയുടെയും ബിന്റെയും ആപ്സിലോൺ പ്രൊഡക്ഷൻ മാറ്റി കിട്ടുന്ന റിസൾട്ടിൽ വേണം ചോംസ്കി നോർമൽ ഫോം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇപ്പൊ കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത് എന്താ, ഇവിടെ റിമൂവിങ് ബി ഗീവ്സ് ആപ്സിലോൺ, ഇതിനകത്ത് എസിന്റെ വാല്യൂ ആണ്, എസിന്റെ വാല്യൂന്റെ റിസൾട്ട് ആണ് നമുക്ക് ഇവിടെ ഇത്രയധികം കിട്ടിയത് കേട്ടോ. ഇനി നമുക്ക് എന്തുണ്ട്, എയും ഉണ്ട് ബിയും ഉണ്ട്. അപ്പൊ എ ആദ്യം എഴുതി, എ എഴുതി എന്റെ ചോംസ്കി കാണണം. അഗെയിൻ സ്റ്റെപ്സ് ഒക്കെ ഒരുപോലെ തന്നെയാണ്. ഇവിടെ ബി ഉണ്ട് അല്ലേ, എല്ലാവർക്കും നോൺ ടെർമിനലാണ്. അപ്പൊ അതിനെ കുറിച്ച് നോൺ ടെർമിനൽ ആക്കാം. സി ബി ആൻഡ് ഞാനിപ്പോൾ വേഗം ആക്കുകയാണ്. എ ബിനെ നമ്മൾ നേരത്തെ അവിടെ തന്നെ കമ്പൈൻ ചെയ്ത് എഫ് എഴുതിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ആ എഫ് ഇങ്ങോട്ട് എടുത്തു. ആൻഡ് ഈ ബിക്ക് പകരമാണ് ഞാൻ സി ബി വെച്ചിട്ടുള്ളത്. അഗെയിൻ അപ്പൊ ഇത് നോക്കുമ്പോൾ തന്നെ അത് ചോംസ്കി നോർമൽ ഫോമിലാണെങ്കിൽ ഒന്നും ചെയ്യാനില്ല. ഇനി അടുത്ത റൂൾ എടുത്തു, ബി എ എ. അപ്പൊ ഇവിടെ ഇതുപോലെ നോൺ ടെർമിനൽസ് ആക്കി, ബി സി എ കൊടുത്തു. ആൻഡ് ഈ സി എ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് പുതിയൊരു ടേം എടുക്കാം. ഞാൻ കൊടുത്ത ടേം ആണ് ജി. ബി ഗീവ്സ് ബി ജി ഓർ സി എ ആൻഡ് ജി ഗീവ്സ് സി എ. അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ കിട്ടി. ഇന്ന് നമ്മൾ അതിനെ എല്ലാത്തിനെയും പറക്കി എഴുതാൻ പോവാണ്. ഫൈനൽ CNF ഗ്രാമർ എന്ന് പറഞ്ഞിട്ട് എസിന്റെ വാല്യൂ എഴുതി, എയുടെ വാല്യൂ എഴുതി, ബിയുടെ വാല്യൂ എഴുതി. ഇനി എന്ത് വേണം, നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ടേംസ് ഒക്കെയാണ്. ഇ ഗീവ്സ് CACB, എഫ് ഗീവ്സ് AB, ജി ഗീവ്സ് CA, CA ഗീവ്സ് A, CB ഗീവ്സ് B. അപ്പോൾ ഇതാണ് ഫൈനൽ CNF ഗ്രാമർ. അപ്പോൾ CNF എന്ന് പറയുന്നത് ആക്ച്വലി ഭയങ്കര എളുപ്പമായിട്ടുള്ളൊരു കാര്യമാണ്. ആ ഒരു ടെക്നിക്ക്, അതായത് എന്താണ്, എസ് ഗീവ്സ് AB, ക്യാപിറ്റൽ A ക്യാപിറ്റൽ B, ഓർ എസ് ഗീവ്സ് സ്മോൾ a. ഇത് മാത്രമാണ് ഇതിന്റെ കീ ടേം CNFന്റെ. അത് വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അപ്പൊ ആദ്യം എല്ലാ ടെർമിനൽസിനെയും പിടിച്ച് ഒരു സിംഗിൾ നോൺ ടെർമിനൽ നിൽക്കണമെങ്കിൽ അതിന് നോക്കില്ല, ബാക്കി എല്ലാ ടെർമിനൽസിനെയും നോൺ ടെർമിനൽ ആക്കുന്നു. പിന്നെ അവരുടെയൊക്കെ നമ്പർ, അതായത് നമ്പർ 2 ലിമിറ്റ് ചെയ്യും. 3 നോൺ ടെർമിനൽ അടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് എടുക്കാൻ പാടില്ല, 2 നോൺ ടെർമിനൽ ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അത്രയൊക്കെയാണ് CNF എക്സാമ്പിളിൽ ശ്രദ്ധിക്കാനുള്ളത്. ഇന്നത്തെ ടോപ്പിക് ഇതായിരുന്നു, ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത് ഗ്രേ ബാക്ക് നോർമൽ ഫോം ആണ് അടുത്ത വീഡിയോ. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ്.